ഹായ് ഫ്രണ്ട്സ്, ആർഫറയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ബഡ്ജറ്റിന് മുമ്പുള്ള അവസാനത്തെ ട്രേഡിംഗ് ഡേ ആയിരുന്നു. കഴിഞ്ഞ 12ഓളം ട്രേഡിംഗ് സെഷൻ നമ്മൾ പരിശോധിച്ചാൽ നിഫ്റ്റി അതിൻ്റെ ഇൻട്രാഡേ ഹൈയും ഇൻട്രാഡേ ലോയും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം വളരെ വലുതാണെന്ന് കാണാം. ഏകദേശം 200 പോയിന്റിൽ കൂടുതലുള്ള വ്യത്യാസം, പലപ്പോഴും അത് 300-ന് മുകളിലൊക്കെ പോയതായിട്ട് കാണാം. അപ്പോൾ ഇത്തരത്തിൽ വളരെയധികം വളറ്റൈലായിട്ടാണ് നമ്മുടെ മാർക്കറ്റ് ഈ ബജറ്റിന് മുമ്പേ നിൽക്കുന്നത്. അപ്പോൾ അവിടെ ഒരു ഡയറക്ഷൻ ഇല്ലാത്ത ഒരു മൂവാണ് നമ്മൾക്ക് നിഫ്റ്റിയിലേക്ക് കാണുന്നത്. ഇന്ന് തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 150-ന് മുകളിലുള്ള ഒരു ഡിഫറൻസ് ഇൻട്രാഡേ ഹൈയും ഇൻട്രാഡേ ലോയും തമ്മിൽ കാണാം. ഇപ്പോൾ ഇൻട്രാഡേ ഹൈ ആയിട്ടുള്ള 25,370 ക്രിയേറ്റ് ചെയ്ത നിഫ്റ്റി അതിൻ്റെ ലോ 25,213 ആണെന്ന് കാണാം. അപ്പോൾ ആ രീതിയിലുള്ള വലിയ ഒരു ഗ്യാപ്പാണ് ഹൈയും ലോയും തമ്മിൽ നമ്മൾ കഴിഞ്ഞ 10-11 സെഷനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള ലോയും ഹൈയും ക്രിയേറ്റ് ചെയ്തിട്ട് നിഫ്റ്റി പോസിറ്റീവിൽ ക്ലോസ് ചെയ്തപ്പോൾ ഇന്ന് ഇത്തരത്തിലുള്ള വളറ്റിലിറ്റി സൃഷ്ടിച്ചതിന് ശേഷം നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. ഇപ്പം 25,320 എന്ന ക്ലോസിങ് ഏകദേശം 100 പോയിന്റിന്റെ ഒരു ഇടിവാണ് ഇന്നലത്തെ ക്ലോസിങ്ങുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ബഡ്ജറ്റിന് മുമ്പേ ഉള്ള വളറ്റിലിറ്റി ഇങ്ങനെയാണെങ്കിൽ ബജറ്റിന്റെ അന്നും ബജറ്റിന് ശേഷമൊക്കെ നടക്കാൻ പോകുന്ന ആ ഒരു വളറ്റിലിറ്റി ഒരു പക്ഷേ ഇതിനേക്കാൾ ഭീകരമാകാനാണ് സാധ്യത. ഇന്ന് ഇന്ത്യ വിക്സ് വീണ്ടും ഉയർന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഈ ഗ്ലോബൽ മാർക്കറ്റിന്റെ ഒരു കണ്ടീഷൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ US മാർക്കറ്റും ഇന്നലെ ഹൈലി വളറ്റൈലായിരുന്നു. അപ്പോൾ അവിടെ മൈക്രോസോഫ്റ്റിന്റെ ഒരു ക്രാഷ് അത് മൊത്തത്തിൽ ഇന്നലെ ത്രൂ ഔട്ട് ദ ട്രേഡിംഗ് സെഷൻ വലിയ വളറ്റിലിറ്റിയാണ് US മാർക്കറ്റ് സൃഷ്ടിച്ചത്. ഫൈനലായിട്ട് റിക്കവർ ചെയ്തെങ്കിലും അത് ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് വളരെ വലുതാണ്. അപ്പോൾ മൈക്രോസോഫ്റ്റ് ഇൻട്രാഡേയിൽ ഏകദേശം 12% ഫോളാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. മൈക്രോസോഫ്റ്റിന്റെ സെക്കൻഡ് ക്വാർട്ടർ റിസൾട്ടുകൾ അത് മോശമല്ലാത്ത രീതിയിൽ തന്നെയാണ് വന്നത്. ടോപ്പ് ലൈൻ ആയാലും ബോട്ടം ലൈൻ ആയാലും നല്ല റിസൾട്ട് തന്നെയാണ് മൈക്രോസോഫ്റ്റ് കൊണ്ടുവന്നതെങ്കിലും ഈ സ്റ്റോക്കിൽ ഇടിവുണ്ടായുള്ള കാരണമായിട്ട് കാണുന്നത് അവരുടെ $37.5 ബില്യൺ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്. ഏകദേശം 66% ഒരു സ്പെൻഡിങ്ങിലുള്ള ഹൈക്കാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിലൊരു സ്പെൻഡിങ് അവർ നടത്തിയിരിക്കുന്നത് AI ഡാറ്റാ സെന്റർ ഡെവലപ്മെന്റിന് വേണ്ടിയാണ്. അപ്പോൾ ഇത്ര വലിയൊരു തുക AI ഡാറ്റാ സെന്ററിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അത് ഫ്യൂച്ചറിലെ കമ്പനിയുടെ മാർജിനെ ബാധിക്കുമെന്നുള്ള ആശങ്കയാണ് മൊത്തത്തിൽ ഈ സ്റ്റോക്കിൽ ഡൗൺ ആവാനുള്ള കാരണമായിട്ടുള്ളത്. അപ്പോൾ ഓൾറെഡി US മാർക്കറ്റിൽ ഈ ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. കാരണം AI ഒരു ബബിളായിട്ട് വലിയൊരു ക്രാഷ് മാർക്കറ്റിൽ ഉണ്ടാവുമെന്നുള്ള ഒരു സ്പെക്കുലേഷൻ ഓൾറെഡി നിലനിൽക്കുന്ന ഒരു മാർക്കറ്റാണ് US മാർക്കറ്റ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇത്തരത്തിലുള്ള ഒരു വലിയൊരു മാസീവായിട്ടുള്ള സ്പെൻഡിങ് അത് ഇൻവെസ്റ്റേഴ്സിനെ പാനിക് ആക്കിയിട്ടുണ്ട് എന്നാണ് മൈക്രോസോഫ്റ്റിൻ്റെ ക്രാഷിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ ഇന്നലെ ഓവറോൾ മാർക്കറ്റ് ഗ്ലോബലായിട്ട് നോക്കുമ്പോൾ ഒരു മിക്സഡ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ്. അത്ര വലിയ ഒരു ഫോൾ ഓവറോൾ മറ്റ് മാർക്കറ്റിലൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ അവിടെ ഒരു പ്രധാനപ്പെട്ട പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം നടക്കുന്നത് ഇപ്പോൾ ക്രൂഡ് ഓയിൽ പ്രൈസ് കുറച്ച് കൂൾ ഡൗൺ ആയിട്ട് വന്നതായിട്ട് കാണാം. അപ്പോൾ ഇന്നലെയൊക്കെ 71 ലെവലിലൊക്കെ കത്തിക്കയറിയ ബ്രന്റ് ക്രൂഡ് ഇന്ന് 70-ൽ താഴെ വന്നതായിട്ട് കാണാം. അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ വേൾഡ് വൈഡ് ആയിട്ട് 2 പ്രധാനപ്പെട്ട യുദ്ധഭീതിയാണ് നിലനിൽക്കുന്നത്. ഒന്ന് ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധമാണ് ഉക്രൈൻ റഷ്യ, മറ്റൊന്ന് ഇറാൻ US തമ്മിലുള്ള ടെൻഷൻസാണ്. അപ്പോൾ ഇവിടെ ഇറാൻ US തമ്മിലുള്ള ആ ഒരു ടെൻഷൻ കുറച്ച് കൂൾ ഡൗൺ ആകുന്നതിൻ്റെ ചില ലക്ഷണങ്ങൾ ഇന്നലെ ഉണ്ടായിരുന്നു. അതിലൊന്ന് ടർക്കി ഒരു മിഡിൽ മാനായി നിന്നുകൊണ്ട് ഈ സംഘർഷത്തിന് ഒരു അയവ് വരുത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ വാഷിങ്ടണും ടെഹ്റാനും തമ്മിലുള്ള ഒരു മീഡിയേറ്ററായിട്ട് നിൽക്കാൻ തയ്യാറാണെന്ന് ഇന്നലെ ടർക്കി പ്രഖ്യാപിക്കുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇറാൻ്റെ ഫോറിൻ മിനിസ്റ്റർ ഇന്ന് ടർക്കി സന്ദർശിക്കുന്നുണ്ട്. അപ്പോൾ ഒരു മിലിറ്ററി ഇൻ്റർവെൻഷനെ ഇറാനിൽ ഉണ്ടാകുന്നത് തടയാനുള്ള ശ്രമങ്ങൾ ടർക്കി US മേലെ ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പതിറ്റാണ്ടുകളായിട്ട് ഇറാനും US തമ്മിലുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള ഒഫീഷ്യൽ ടോക്കുകളൊന്നും ഉണ്ടായിട്ടില്ല. അതിൻ്റെ ഒരു പ്രശ്നം ഇറാൻ US ഈ വാർ ടെൻഷനിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരെ ഒരു നെഗോഷിയേഷൻ ടേബിളിലേക്ക് കൊണ്ടുവരുവാനുള്ള ഒരു അവസാന ശ്രമമാണ് തുർക്കി നടത്തുന്നത്. അപ്പോൾ തുർക്കി അവിടെ ഇറാനോട്, അതായത് ഈ ഒരു ന്യൂക്ലിയർ പ്രോഗ്രാമുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അവിടെ ഇന്റർനാഷണൽ ന്യൂക്ലിയർ ട്രീറ്റിയിൽ ഒപ്പിടാനുള്ള സമ്മർദ്ദം ഇറാനുമേൽ ചെലുത്താനാണ് ടർക്കി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു ശ്രമം വിജയിക്കുമോ ഇല്ലയോ എന്ന് വ്യക്തമല്ല, എങ്കിലും അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ക്രൂഡ് ഓയിൽ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ വാഷിങ്ടൺ മീഡിയേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഉക്രൈൻ റഷ്യ വാറിൽ അവർ അബുദാബിയിൽ ലാസ്റ്റ് വീക്കെൻഡിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു അഗ്രിമെൻ്റ് ഉണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു പീസ് ടോക്സ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് നമുക്ക് കാണാൻ കഴിയും, റഷ്യയുടെ പുടിൻ സെലൻസ്കിയെ മോസ്കോയിലേക്ക് ഒരു ടോക്കിന് വേണ്ടി ക്ഷണിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ രീതിയിലുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു സമാധാനത്തിൻ്റെ അന്തരീക്ഷം നിലനിൽക്കുന്നുണ്ട് എന്നുള്ള ഒരു സിറ്റുവേഷനാണ് ഈ ക്രൂഡ് ഓയിൽ പ്രൈസിൽ ഇപ്പോൾ ചെറിയ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടായിട്ടുള്ളത്. ഇതുകൂടാതെ US മാർക്കറ്റിൽ നമുക്ക് കാണാൻ കഴിയും ഡോളർ ഇൻഡെക്സ് കുറച്ച് സ്ട്രെങ്തൻ ചെയ്തതായിട്ട് കാണാം.
അപ്പോൾ അതിൻ്റെ 52 വീക്ക് ലോയോട് അടുത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ ഒരു റീബൗണ്ട് നടത്തിയിട്ട് 96.61 എന്ന ലെവലിലേക്ക് ഏകദേശം 0.34% ഒരു അപ്സൈഡ് ഇന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇടയ്ക്ക് ഒരു കോൺഫിഡൻസ് സൃഷ്ടിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിലവിലിപ്പോൾ ഈ ഗോൾഡിലും സിൽവറിലും ഉണ്ടായ ക്രാഷിന് ഇതൊക്കെ ഒരു കാരണമാണ്. കാരണം ഗോൾഡും സിൽവറും ഇറക്കുന്നതിൻ്റെ ഒരു കാരണം ഡോളർ വീക്ക്നെസ്സും ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസും ഒക്കെയാണ്. അതുകൂടാതെ കഴിഞ്ഞ ദിവസം വന്ന ഫെഡറൽ റിസർവിൻ്റെ തീരുമാനം, അതായത് US റേറ്റ് കട്ടിലേക്ക് പോകുന്നില്ല എന്ന തീരുമാനം ഷോർട്ട് ടേമിൽ ഗോൾഡിൻ്റെയും സിൽവറിൻ്റെയും മുന്നേറ്റത്തിന് ഒരു തടയിട്ടിരിക്കുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഗോൾഡിൻ്റെയും സിൽവറിൻ്റെയും പ്രൈസ് അതിൻ്റെ ആക്ച്വൽ ആയിട്ടുള്ള ഫിസിക്കൽ ഡിമാൻഡിനേക്കാൾ എത്രയോ ഉയരത്തിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒക്കേഷണൽ ആയിട്ടുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് നടന്നുകൊണ്ടേയിരിക്കും. ഇന്ന് നമുക്കാണെങ്കിൽ ഗോൾഡ് പ്രൈസിലുണ്ടായ ക്രാഷ് എന്ന് പറയുന്നത് ഏകദേശം 7%. അതായത് മാർക്കറ്റ് ക്ലോസ് ചെയ്ത 330 ആ ഒരു സമയത്ത് ഈ രീതിയിലുള്ള ഒരു ക്രാഷാണ് നമ്മൾ കാണുന്നത്. അതുപോലെ സിൽവർ നോക്കുകയാണെങ്കിൽ 16.6% ഒരു ഫോളുമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇത് ത്രൂ ഔട്ട് ദ ഡേ മാറിക്കൊണ്ടിരിക്കാം, പക്ഷേ ഇവിടെ തീർച്ചയായിട്ടും വലിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ റെക്കോർഡ് ലെവലിൽ എത്തിയതിന് ശേഷമുള്ള ഒരു ഷാർപ്പായിട്ടുള്ള ഫോളാണിത്. സാധാരണഗതിയിൽ ഗോൾഡിൽ ഈ രീതിയിലുള്ള വലിയ വളറ്റിലിറ്റി ഉണ്ടാകാറില്ല. അപ്പോൾ അത് ഗോൾഡ് ഒരു സേഫ് ഹെവൺ ആണ് എന്ന ആ ഒരു ഇമാജിനെ തകർക്കുന്ന രീതിയിലുള്ള ഒരു ക്രാഷാണ് ചിലപ്പോൾ ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്കറിയാം 1980 ശേഷം ഗോൾഡിൻ്റെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള മന്ത്ലി പെർഫോമൻസ് ആണ് ഈ ജനുവരിയിൽ നമ്മൾ കണ്ടത്. അപ്പോൾ ഇനിയും ഈ ഫോൾ ഉണ്ടാകുമോ അല്ലെങ്കിൽ തിരിച്ചുവരവ് ഉണ്ടാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് ഗ്ലോബൽ സിഗ്നൽസിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അപ്പോൾ ഗോൾഡിന് അനുകൂലമായ ഒരു ഗ്ലോബൽ സിഗ്നൽ വരണമെങ്കിൽ ഒന്ന് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യണം. അപ്പോൾ നിലവിൽ മെയ് 31 വരെയാണ് ജെറോം പവലിൻ്റെ ഫെഡറൽ റിസർവ് ചെയർമാൻ എന്നുള്ള പോസ്റ്റിൽ അദ്ദേഹം നിൽക്കാൻ പോകുന്നത്. അപ്പോൾ അതിനുശേഷമായിരിക്കും പുതിയ നോമിനിയെ ട്രംപ് അപ്പോയിൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയ നോമിനി വന്നാലേ ഇനിയൊരു റേറ്റ് കട്ടിൻ്റെ സാധ്യതയുള്ളൂ. കാരണം റേറ്റ് കട്ടിന് വേണ്ടി ഏറ്റവും അധികം വാദിക്കുന്നത് ട്രംപാണ്. അപ്പോൾ അത്തരത്തിലൊരു റേറ്റ് കട്ട് വരേണ്ടതുണ്ട്. അതുകൂടാതെ പുതിയ ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ് ഉയർന്നു വരുമ്പോഴും ഗോൾഡിൻ്റെ ഡിമാൻഡ് വർദ്ധിക്കും. അതുപോലെ ഈക്വിറ്റിയിലുണ്ടാകുന്ന ക്രാഷുകളും ഗോൾഡിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് വരാം. അപ്പോൾ അതുകൊണ്ട് നിലവിൽ ഇപ്പോൾ ഉണ്ടായുള്ള ഈ ഒരു ഫോൾ ഒരു താൽക്കാലികമാണെന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ അവിടെ പാനിക് ആയിട്ടുള്ള സെല്ലിംഗ് ഒഴിവാക്കുകയാണ് വേണ്ടത്. അതിന് പകരം ലോങ് ടേം ആയിട്ടുള്ള ഒരു ഫോക്കസാണ് നമുക്ക് ഗോൾഡിൽ വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഫെഡറൽ റിസർവിൻ്റെ പോളിസിയും അതുപോലെ ഇൻഫ്ലേഷൻ ഡാറ്റയും ജോഗ്രഫിക്കൽ ഡെവലപ്മെൻറ്റ്സും ഒക്കെ വാച്ച് ചെയ്തുകൊണ്ട് പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫിക്കേഷനാണ് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത്. അവിടെ മൾട്ടി അസറ്റ് അപ്രോച്ചാണ് ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ട ഒരു ഏറ്റവും സുരക്ഷിതമായ രീതി. കൂടാതെ സിൽവറിൻ്റെ ഒരു പ്രത്യേകത, സിൽവറിൻ്റെ മാർക്കറ്റ് വളരെ ചെറുതാണ്. അതുകൂടാതെ അത് വളരെയധികം സ്പെക്കുലേറ്റീവാണ്. ഗോൾഡ് പോലെ അത്ര വൈഡ് മാർക്കറ്റ് അല്ല സിൽവറിൻ്റേത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഫിസിക്കൽ ഡിമാൻഡിനേക്കാൾ കൂടുതലായിട്ട് പ്രൈസ് വലിയ തോതിൽ പോകുമ്പോൾ വലിയ തോതിലുള്ള കറക്ഷനാണ് അതിലുണ്ടാവാറുള്ളത്. അതുകൊണ്ട് നമ്മൾ പോർട്ട്ഫോളിയോയുടെ ഒരു ഡൈവേഴ്സിഫിക്കേഷനെ കുറിച്ചും അതുപോലെ അവിടെ എത്രമാത്രം മെറ്റൽ നമ്മൾ അലോക്കേറ്റ് ചെയ്യണമെന്നതിനെക്കുറിച്ചുമൊക്കെ കൃത്യമായ ഒരു ധാരണ നമ്മളെ ഇൻവെസ്റ്റ്മെൻറ്റിന് ഉണ്ടായിരിക്കും. ഇനി നമ്മൾ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് വന്നാൽ നമുക്കറിയാം കഴിഞ്ഞ ദിവസം 15 ദിവസത്തെ ട്രേഡിംഗ് സെഷന് ശേഷം ആദ്യമായിട്ട് FIAs ബൈ ചെയ്ത ദിവസത്തിൻ്റെ നെക്സ്റ്റ് ഡേ ഇന്നലെ അവർ വീണ്ടും സെൽ ചെയ്തതായിട്ട് കാണാം. എന്നാൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഇന്ന് നമ്മൾ കാണുന്നത് 2000 കോടിക്ക് മുകളിലുള്ള ഒരു നെറ്റ് ബൈയിങ് FIAs ഇന്ന് നടത്തിയതായിട്ടാണ് കാണുന്നത്. അതുകൂടാതെ കുറേ ദിവസങ്ങൾക്ക് ശേഷം ആദ്യമായിട്ട് DIAs ഇന്ന് നെറ്റ് സെല്ലേഴ്സായിട്ടും കാണാം. യൂറോപ്യൻ യൂണിയനായിട്ട് ഇന്ത്യ ഉണ്ടാക്കിയിട്ടുള്ള ഡീല് അത് മദർ ഓഫ് ഓൾ ഡീൽസ് എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നതെങ്കിൽ US ഡീല് ഫാദർ ഓഫ് ഓൾ ഡീല് എന്ന ഒരു വിശേഷണമാണ് അതിന് നൽകുന്നത്. അപ്പോൾ അത് ഇതുവരെ സംഭവിച്ചിട്ടില്ല. അപ്പോൾ FIAസിൻ്റെ തിരിച്ചുവരവ് ഈ ഒരു ഡീലിൽ കുടുങ്ങി കിടക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക. കാരണം ഇന്ത്യ റുപ്പിയുടെ വീക്ക്നെസ് ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് കൂടിയാണ്. ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ മാർക്കറ്റിൽ വൻതോതിൽ DIAs മ്യൂച്വൽ ഫണ്ട് വഴിയും സിപ്പ് വഴിയും ഒക്കെ ശക്തമായ ഇൻഫ്ലോ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിലവിലെ മാർക്കറ്റ് വലിയ തോതിൽ ഫോളാകാതെ പിടിച്ചു നിർത്തുന്നത് DIAസിൻ്റെ വാങ്ങലാണ്. എന്നാൽ മാർക്കറ്റിൽ ഒരു ബുൾ മാർക്കറ്റ് ഉണ്ടാകണമെങ്കിൽ FIAസിൻ്റെ വാങ്ങലും കൂടി വേണം എന്നാണ് ഹിസ്റ്റോറിക്കലി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ഇപ്പോൾ നമുക്കറിയാം 2003, 2008 ഒരു പ്രധാനപ്പെട്ട ബുൾ റണ്ണിൻ്റെ ആ ഒരു കാലഘട്ടത്തിൽ സെൻസെക്സ് 3000-ൽ നിന്ന് 21,000 വരെ ഉയർന്നപ്പോൾ അവിടെ FIAസിൻ്റെ ശക്തമായ ഇൻഫ്ലോ ആണ് അതിന് സഹായിച്ചത്. എന്നാൽ 2008 ഗ്ലോബൽ ഫൈനാൻഷ്യൽ ക്രൈസിസിൻ്റെ സമയത്ത് FIAs ശക്തമായിട്ട് അവരുടെ ഫണ്ട് പിൻവലിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ 50% ക്രാഷാണ് ഇന്ത്യ മാർക്കറ്റിലുണ്ടായത്. അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് നമ്മൾ നോക്കണം. അതുപോലെ 2010-14 റിക്കവറി സമയത്തും FIAs തിരിച്ചു വന്നതുകൊണ്ടാണ് അവിടെ ഒരു റിക്കവറി ഉണ്ടായത്. അവർ 2016-2025 കാലഘട്ടത്തിലാണ് DIAs ശക്തമായിട്ട് മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങിയത്. അപ്പോൾ ആ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനും അത് പോപ്പുലർ ആവുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ശക്തമായ ഇൻഫ്ലോ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ഉണ്ടാവുകയും ചെയ്തത്. ഇപ്പോൾ 2020 കോവിഡ് പാൻഡമിക്കിൻ്റെ കാലത്ത് FIAസിൻ്റെ പിന്മാറ്റം മാർക്കറ്റിനെ ക്രാഷ് ചെയ്തെങ്കിൽ ഉടൻ തന്നെ അവർ തിരിച്ചു വരികയും ആ പോസ്റ്റ് പാൻഡമിക് റാലിയിൽ ശക്തമായ ബൈയിങ് FIAസും DIAസും ഒന്നിച്ച് നടത്തിയപ്പോഴാണ് മാർക്കറ്റിൻ്റെ അഭൂതപൂർവമായ ഒരു ബുൾ റാലി ആരംഭിച്ചത്.
ഇപ്പോൾ നിലവിൽ FIS ശക്തമായ സെല്ലിങ് അതിൻ്റെ ഹിസ്റ്റോറിക്കലി നോക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ സെല്ലിംഗ് ആണ് നടത്തുന്നതെങ്കിലും DISൻ്റെ ഇൻഫ്ലോയും അതിൻ്റെ ഹിസ്റ്റോറിക്കലി ഏറ്റവും ഹൈ ലെവലിൽ നിൽക്കുകയാണ്. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ സമ്മറി ആയിട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ മാർക്കറ്റിൽ ഒരു ബുൾ റാലി ഉണ്ടാകണമെങ്കിൽ ഒന്നുകിൽ അഗ്രസീവായിട്ട് FIS ബൈ ചെയ്യണം, അല്ലെങ്കിൽ FIS ന്യൂട്രലായിട്ട് നിൽക്കണം. അവർ വിൽക്കാൻ പാടില്ല. അഗ്രസീവായി ബൈ ചെയ്യണമെന്നില്ല, പക്ഷേ സ്ട്രോങ് ആയിട്ട് DIS ബൈ ചെയ്യണം. എന്നാൽ ഇവിടെ ഇപ്പോൾ നടക്കുന്നത് സ്ട്രോങ് ആയിട്ടുള്ള DISൻ്റെ ബൈങ് നടക്കുന്നുണ്ട്, പക്ഷേ FISൻ്റെ അഗ്രസീവായ സെല്ലിങ്ങും നടക്കുന്നുണ്ട്. ഇതാണ് മാർക്കറ്റിലെ ഒരു ബുൾ റാലി ഇപ്പോൾ താൽക്കാലികമായി തടഞ്ഞു നിർത്തപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ FISൻ്റെ കോൺഫിഡൻസ് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരണമെങ്കിൽ ഒന്നുകിൽ നമ്മുടെ കോർപ്പറേറ്റ് ഏർണിങ്സ് വർദ്ധിക്കണം, അതുകൂടാതെ US ഇന്ത്യ ട്രേഡ് ഡീല് ഒരു യാഥാർത്ഥ്യമാകണം. ഇപ്പോൾ Q4 ഇന്ത്യൻ കോർപ്പറേറ്റ് ഏർണിങ്സ് നല്ല തോതിൽ വരുമെന്നാണ് പൊതുവെ ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ബ്രോക്കറേജ് റിപ്പോർട്ടുകളായാലും ഡൊമസ്റ്റിക് ഇന്ത്യൻ റിപ്പോർട്ടുകളായാലും ഗവൺമെൻറ്റിൻ്റെ ഔദ്യോഗിക റിപ്പോർട്ടുകളായും ഒക്കെ സൂചിപ്പിക്കുന്നത് Q4 ശക്തമായ ഒരു കോർപ്പറേറ്റ് ഏർണിങ്സ് ഉണ്ടാകുമെന്ന് തന്നെയാണ്. ഇന്ന് നമ്മൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ന് സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഏകദേശം 15% ഇൻട്രാഡേയിൽ ഫോൾ ചെയ്തതായിട്ട് കാണാം. ഇപ്പോൾ സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ CEOയും മാനേജിംഗ് ഡയറക്ടറുമായിട്ടുള്ള PR ശേഷാദ്രി, അദ്ദേഹത്തിൻ്റെ കാലാവധി സെപ്റ്റംബർ 30 2026 അവസാനിക്കാൻ പോവുകയാണ്. 2026 ജനുവരി 29 ചേർന്ന സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മീറ്റിങ്ങിൽ ഇദ്ദേഹത്തിൻ്റെ കാലാവധി നീട്ടി നൽകാൻ അവർക്ക് താല്പര്യമുണ്ടായിരുന്നു. പക്ഷേ ശേഷാദ്രി അത് നിരസിക്കുകയും അദ്ദേഹത്തിൻ്റെ പേഴ്സണലായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് അദ്ദേഹം തുടരാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് വ്യക്തമാക്കുകയുണ്ടായി. അപ്പോൾ ഇതാണ് സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ ഇന്നത്തെ ഒരു ക്രാഷിന് കാരണമായിട്ടുള്ളത്. ഏതൊരു ബാങ്കായാലും അത് ഏതെങ്കിലും ഒരു പ്രത്യേക CEO ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടല്ല നിൽക്കുന്നത്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ നല്ലൊരു മുന്നേറ്റമാണ് ഈ സൗത്ത് ഇന്ത്യൻ ബാങ്ക് കാഴ്ചവെച്ചത്. ഇപ്പോൾ കഴിഞ്ഞ ക്വാർട്ടർലി റിസൾട്ടും നല്ല രീതിയിലാണ് സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിലവിലുള്ള പുതിയ ഒരു CEOയെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് വരെ തീർച്ചയായിട്ടും സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ ഒരു അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ സെപ്റ്റംബർ 30 മുമ്പായിട്ട് തന്നെ പുതിയൊരു CEOയെ കണ്ടെത്തുകയും വേണം. ആ CEO പൊതുവേ ഇതിൻ്റെ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ രീതിയിലുള്ള ഒരു CEO ആയിരിക്കുകയും വേണം. ആ രീതിയിലുള്ള ഒരു ലീഡർഷിപ്പ് ട്രാൻസിഷൻ ഈ സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ നടന്നാലായിരിക്കും പോസിറ്റീവ് മൊമെൻ്റം ഉണ്ടാവുക. അപ്പോൾ അത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് അവർ പോകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തതായിട്ട് ഇന്ന് മാർക്കറ്റിൽ നല്ലൊരു മൂവ് കാണിച്ച ഒരു സ്റ്റോക്കാണ്, ഒരു ബ്രേക്ക്ഔട്ട് ലെവലിലേക്ക് പോയതായിട്ട് കാണുന്ന ഒരു സ്റ്റോക്കാണ് ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്ക്. അപ്പോൾ ഇപ്പോൾ 63-64 ഒരു റേഞ്ചിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഹൈ വോളിയം അതിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടതായിട്ട് കാണാം, വലിയ തോതിലുള്ള ബൈങ് ഇൻട്രസ്റ്റ് ഉണ്ടായതായിട്ട് കാണാം. അപ്പോൾ അത് ആ ലോങ് ടേം ഡൗൺ ട്രെൻഡിൽ പോയ ഈ സ്റ്റോക്കിൽ ഒരു റിവേഴ്സൽ സൂചിപ്പിക്കുന്ന രീതിയിൽ അതിൻ്റെ ഒരു കൺഫർമേഷൻ ക്യാൻഡിലാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ ഈ റീസെൻ്റ് ആയിട്ട് അതിൻ്റെ ഒരു റെസിസ്റ്റൻസ് ലെവലായി ബ്രേക്ക് ചെയ്തുകൊണ്ട് ഒരു സ്ട്രോങ് ബുള്ളിഷ് ക്യാൻഡിൽ ഈ സ്റ്റോക്കിൽ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇമ്മീഡിയറ്റ് ലെവലായിട്ടുള്ള 68-70 റേഞ്ച് അത് ബ്രേക്ക് ചെയ്യുകയും 78-82 ലെവലിലേക്ക് പോകാനുള്ള ഒരു പൊട്ടൻഷ്യലും നിലവിലുള്ള അവസ്ഥയിൽ ഈ സ്റ്റോക്കിലുണ്ട്. കാരണം ഇതിൻ്റെ Q3 ഏർണിങ്സ് റിപ്പോർട്ട് വളരെ സ്ട്രോങ് ആയിരുന്നു. ആ റിസൾട്ട് ഇൻവെസ്റ്റേഴ്സ് പോസിറ്റീവായിട്ട് തന്നെയാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടിൽ കാണുന്നത് 60-61 എന്ന റേഞ്ചിലാണ്. മേജർ ആയിട്ടുള്ള സ്ട്രക്ചറൽ സപ്പോർട്ട് 55 എന്ന ലെവലാണ്. അപ്പോൾ നിലവിലുള്ള ഈ റിസൾട്ടിൻ്റെ അടിസ്ഥാനത്തിലും ഇപ്പോഴുള്ള ടെക്നിക്കലായിട്ടുള്ള ഒരു ബുള്ളിഷ്നെസ്സിൻ്റെ അടിസ്ഥാനത്തിലും കൂടാതെ ഇതിനെ ഒരു മുന്നോട്ടേക്ക് നയിച്ചത് ഇതിൻ്റെ ഹൈ ഡെപ്പോസിറ്റ് ഗ്രോത്തും ഇമ്പ്രൂവ് ആയിട്ടുള്ള അസറ്റ് ക്വാളിറ്റിയും അതുപോലെ സെക്യൂർഡ് ലോൺ ലെൻഡ് ചെയ്യുന്ന കാര്യത്തിൽ ഇവർ കാണിച്ചിട്ടുള്ള പുരോഗതിയുമാണ്. കാരണം ഇതൊരു സ്മോൾ ഫിനാൻസ് ബാങ്കാണ്, അതുകൊണ്ട് തന്നെ അൺസെക്യൂർഡ് ലോണുകൾ കൂടുതലായി കൊടുത്തതാണ് ഈ സ്റ്റോക്കിലെ ഒരു ഡൗൺ ട്രെൻഡിന് കാരണമായത്. ആ ഒരു ലെവലിൽ നിന്നും അത് റിക്കവർ ചെയ്തിട്ട് കാണാം. ഇത് കൂടാതെ ഒരു യൂണിവേഴ്സൽ ബാങ്കിങ് ലൈസൻസിന് വേണ്ടിയിട്ടുള്ള അപ്ലിക്കേഷൻ ഇവർ ഓൾറെഡി RBIക്ക് സമർപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതും ഈ സ്റ്റോക്കിൻ്റെ ഒരു പൊട്ടൻഷ്യൽ റീറേറ്റിങ്ങിന് കാരണമായിട്ടുണ്ട്. എങ്കിൽ പോലും അവിടെ ഒരു റിസ്ക് നമുക്ക് കാണാൻ കഴിയുന്നത് ഇതിൻ്റെ മന്ത്ലി ക്ലോസിങ് 60-ൽ താഴെ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഫോൾസ് ബ്രേക്ക് ഔട്ടായിട്ട് കണക്കാക്കേണ്ടി വരും. കൂടാതെ ഇതിൻ്റെ PE നിലവിൽ ഹൈ PEയിലേക്ക് പോയിട്ടുണ്ട്, ഓവർബോട്ട് സോണിലേക്ക് സ്റ്റോക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ സമയം ഒരു കറക്ഷനും നമുക്ക് ഈ സ്റ്റോക്കിൽ പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് ഇവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും അറിയിക്കുക. താങ്ക് ഫോർ വാച്ചിങ്. സീ നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.